കോൺടെക്കൽ ഫണ്ടിംഗ് ഫേമിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു പോഡ്കാസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഇക്വിറ്റി എഡ്ജ് ഫണ്ടിംഗ് ഫേമിനെ പറ്റിയിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇക്വിറ്റി എഡ്ജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലാരിറ്റി നിൽക്കുന്ന ഒരു ഫണ്ടിംഗ് ഫേമാണ്. അതെ, അവരെന്തുകൊണ്ട് പോപ്പുലർ ആയെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അവർ ഈ ചലഞ്ച് അക്കൗണ്ടും ചലഞ്ച് ഫീസൊക്കെ ജസ്റ്റ് $15 അവരുടെ സ്റ്റാർട്ടിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ പറയുമ്പോൾ $15 മാത്രം പറഞ്ഞാൽ പോരാ, അവന്മാർ മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം 2023 അവർ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. അതായത് ഒരു 2 വർഷം പോലും 2 വർഷം കൂടി ആയിട്ടില്ല. പക്ഷേ ഈ 2 വർഷത്തിനുള്ളിൽ നമ്മളിപ്പോൾ ഗൂഗിൾ റിവ്യൂ അതേമാതിരി പ്രോഫോ മാച്ച് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗറ്റീവ് റിവ്യൂസാണ് അവരെ കുറിച്ച് വന്നിരിക്കുന്നത്. ഓക്കെ ഞാൻ എപ്പോഴാണ് ഓർക്കുന്നത്, ഈ proformatch.com ഈ പറഞ്ഞ ഇക്വിറ്റി എഡ്ജ് ഫണ്ടിംഗ് ഫേമിനെ ഒരു 6 മന്ത് ബാക്ക്, ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് അവർ ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേ ഔട്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഡീലിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ഫണ്ടിംഗ് ഫേമിനെ കുറിച്ച് റെഡ് മാർക്കാണ്. അതെ, എസ്പെഷ്യലി proformatch.com പോലെയുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് അവരെ ഡീലിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു റെഡ് മാർക്കാണ്. അപ്പോൾ ഇതുപോലുള്ള ഫണ്ടിംഗ് ഫേംസ് എടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫണ്ടിംഗ് ഫേമിന്റെ ചലഞ്ച് അക്കൗണ്ട് എടുക്കുക എന്ന് പറയുന്നതാണ് ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട്. സോ ഇതുപോലത്തെ ഒരു ഫണ്ടിംഗ് ഫേം എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും രണ്ടാമത് കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ. കാരണം ഇവിടെ റിസ്ക് ഫാക്ടർ അല്പം കൂടുതലാണ്. ഓക്കെ, അത് മാത്രമല്ല ഏതൊരു ഫണ്ടിംഗ് ഫേം എടുക്കുമ്പോഴും നമ്മൾ സ്വയം നല്ല റിസർച്ച് ചെയ്തിട്ട് വേണം എടുക്കാൻ. അതെ, എക്സാക്ട്ലി.